ക്ലാസ് ഫസ്റ്റ് ഇന്റഗ്രേഷൻ ഡേ 1 ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ പ്രവർത്തനം വായിക്കാം, പാടാം, എഴുതാം എന്നാണ്. പൂവിനെ കുറിച്ച് പാടൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ പൂവിനെ കുറിച്ചിട്ടുള്ള ഒരു 4 വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കൊന്ന് പാടി നോക്കാം അല്ലെ. പല നിറത്തിൽ ടിയാട്ടിയ, പല മണത്തിൽ ടിയാട്ടിയ, വണ്ടിന്റെ കൂട്ടുകാർ ടിയാട്ടിയ, ചെടിയിൽ വിരിയുന്നു ടിയാട്ടിയ എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി പൂമ്പാറ്റയെ കുറിച്ച് എഴുതൂ എന്നാണ്. അപ്പൊ ഇതുപോലെ തന്നെ പൂമ്പാറ്റയെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പല വർണ്ണത്തിൽ ടിയാട്ടിയ, പാറി നടക്കും ടിയാട്ടിയ, പൂവിന്റെ കൂട്ടുകാർ ടിയാട്ടിയ, അല്ലെങ്കിൽ പണ്ടിന്റെ കൂട്ടുകാർ ടിയാട്ടിയ, അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. തേൻ നുകരുന്നു ടിയാട്ടിയ, അങ്ങനെ എഴുതാം കേട്ടോ. അടുത്ത പ്രവർത്തനം തരംതിരിക്കാം എന്നാണ്. ധാരാളം വാഹനങ്ങളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ വാഹനങ്ങളെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ വാഹനങ്ങളെ എങ്ങനെയാ തരംതിരിക്കുക? കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, പിന്നെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അങ്ങനെയല്ലേ തരംതിരിക്കുക. ആദ്യത്തെ ബോക്സിൽ കണ്ടോ കരയിലൂടെ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അടുത്ത ബോക്സുകളിൽ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ഒന്നില് വെള്ളത്തിലൂടെ എന്ന് എഴുതണം, അടുത്തതിൽ എന്ത് എഴുതണം? ആകാശത്തിലൂടെ എന്ന് എഴുതുക കേട്ടോ. എന്നിട്ട് നമുക്ക് വാഹനങ്ങളെ തരംതിരിക്കുക കേട്ടോ. കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ബസ് ഉണ്ട്, പിന്നെ മണ്ണുമാന്തി യന്ത്രം, സൈക്കിള്, തീവണ്ടി, ലോറി, ഇത്രയല്ലേ ഉള്ളത്. അടുത്തത് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? റോക്കറ്റ് ഉണ്ട്, വിമാനം, ഹെലികോപ്റ്റർ, ഇത്രയല്ലേ ഉള്ളത്. അടുത്തത് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? തോണി, അടുത്തത് ബോട്ട്, കപ്പല്, അങ്ങനെ എഴുതുക കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലെ. ചക്രങ്ങൾ ഇല്ലാത്ത ഒരു വാഹനത്തിന്റെ പേരെഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ചക്രങ്ങളില്ലാത്ത വാഹനം? തോണി അല്ലെ. തോണി എഴുതാലോ. അപ്പൊ തോണി എന്ന് എഴുതുക കേട്ടോ. അടുത്ത പ്രവർത്തനം മുയൽ കണ്ട കാഴ്ചകൾ. ചിത്രം നോക്കി മുയൽ കണ്ട കാഴ്ചകൾ എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കുക, എന്നിട്ട് മുയൽ കണ്ട കാഴ്ചകൾ ഏതൊക്കെയാന്ന് ഓരോന്നോരോന്നായിട്ട് എഴുതാം കേട്ടോ. എന്തൊക്കെ എഴുതാം? ഉയർന്ന മലനിരകൾ, പറക്കുന്ന പക്ഷികൾ, കളകളം പാടി ഒഴുകുന്ന പുഴ, പുഴയുടെ തീരത്ത് മരങ്ങൾ, തോണി തുഴയുന്ന വഞ്ചിക്കാരൻ, വലവീശി മീൻ പിടിക്കുന്ന മുക്കുവൻ അല്ലെങ്കിൽ മീൻപിടുത്തക്കാരൻ, പട്ടം പറത്തുന്ന കുട്ടികൾ, ദൂരെ ചെറിയ ഒരു വീട്, റെയിൽപാളത്തിലൂടെ സഞ്ചരിക്കുന്ന തീവണ്ടി. ഇങ്ങനെ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട് അല്ലെ. ഇതിലെ ഏതെങ്കിലും 6 എണ്ണം എഴുതുക കേട്ടോ. അടുത്ത പ്രവർത്തനം ഇഴയൻ പുഴു. പട്ടിക പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ധാരാളം ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന പട്ടിക നോക്കൂ. എങ്ങനെയാണ് ഈ ജീവികളെ തരംതിരിച്ചിരിക്കുന്നത്? കാലില്ലാത്തവ, 4 കാലുള്ളവ, 6 കാലുള്ളവ, ഒത്തിരി കാലുള്ളവ, ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ തന്നിരിക്കുന്ന ജീവികളില് കാലില്ലാത്തവ ഏതൊക്കെയാ നോക്കിയിട്ട് അത് കാലില്ലാത്തവ എന്നുള്ളതിന്റെ ചുവടെ എഴുതുക കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് കാലില്ലാത്തതുള്ളത്? പാമ്പുണ്ട്, ഒച്ചുണ്ട് അല്ലെ. അപ്പൊ കാലില്ലാത്തവയില് പാമ്പ്, ഒച്ച് എന്ന് എഴുതുക കേട്ടോ. അടുത്തത് 4 കാലുള്ളവ ഏതൊക്കെയാണ്? പശു, മുയൽ, നായ, തവള, ഇത്രയല്ലേ. അപ്പൊ അതൊക്കെ എഴുതുക കേട്ടോ. പിന്നെ 6 കാലുള്ളവ ഏതൊക്കെയാണ്? തേനീച്ച, ഉറുമ്പ് അല്ലെ. പിന്നെ അടുത്തത് ഒത്തിരി കാലുള്ളവയാണ്. ഒത്തിരി കാലുള്ളത് ഏതൊക്കെയാ? 8 കാലി, തേരട്ട, പഴുതാര, ഞണ്ട് അല്ലെ. അതൊക്കെ എഴുതുക കേട്ടോ. അടുത്ത പ്രവർത്തനം കഥ വായിക്കാം എന്നുള്ളതാണ്. ഒരു കഥ തന്നിട്ടുണ്ട്, ചുവടെ കുറച്ച് ചോദ്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ കഥ വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. മുത്തശ്ശി നെയ്യപ്പം ചുട്ടു, മുത്തശ്ശനും ഒപ്പം കൂടി, 9 നെയ്യപ്പം, നെയ്യപ്പം വീതം വച്ചു, 1 ബാക്കിയായി, 2 പേരും തമ്മിൽ തർക്കമായി. നമുക്ക് മിണ്ടാതിരിക്കാം, ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും, മുത്തശ്ശി പറഞ്ഞു. ജയിക്കുന്ന ആൾക്ക് 5 അപ്പം. മുത്തശ്ശൻ സമ്മതിച്ചു. പാൽക്കാരനും മീൻകാരനും വന്നു വിളിച്ചു, അവർ മിണ്ടിയില്ല. അപ്പൊ ഇതാണ് കേട്ടോ കഥ. ഇനി നമുക്ക് ഉത്തരം എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഉത്തരം എന്നുള്ളത് കണ്ടെത്തിയിട്ട് എഴുതാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ആരൊക്കെയാണ് നെയ്യപ്പം ചുട്ടത് എന്നാണ് കേട്ടോ. ആരൊക്കെ ചേർന്നിട്ടാ നെയ്യപ്പം ചുട്ടത്? മുത്തശ്ശിയും മുത്തശ്ശനും അല്ലെ. അപ്പൊ മുത്തശ്ശിയും മുത്തശ്ശനും എന്ന് എഴുതാം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, മുത്തശ്ശനും മുത്തശ്ശിയും എത്ര നെയ്യപ്പമാണ് ചുട്ടത്? എത്ര നെയ്യപ്പ ചുട്ടത്? 9 നെയ്യപ്പം അല്ലെ. അപ്പൊ 9 നെയ്യപ്പം എന്ന് എഴുതാം. അടുത്തത്, 2 പേർക്കുമായി വീതിച്ചപ്പോൾ എത്ര എണ്ണം ബാക്കി വന്നു എന്നാണ്. 2 പേർക്കും കൂടി വീതിച്ചപ്പോൾ
എത്ര എണ്ണ ബാക്കി വന്നത്? ഒന്നാണ് അല്ലെ. അപ്പൊ 1 എന്ന് എഴുതാം. 4ാമത്തെ ചോദ്യം, മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആരൊക്കെയാണ് വന്നത്? ആരൊക്കെ വന്നത്? പാൽക്കാരനും വന്നു, മീൻകാരനും വന്നു അല്ലെ. അപ്പൊ പാൽക്കാരനും മീൻകാരനും എന്നെഴുതുക. 5ാമത്തെ ചോദ്യം, തർക്കം തീർക്കാൻ മുത്തശ്ശി പറഞ്ഞതെന്താണ്? നമുക്ക് മിണ്ടാതിരിക്കാം, ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും, ജയിക്കുന്ന ആൾക്ക് 5 അപ്പം എന്നാണല്ലേ മുത്തശ്ശി പറഞ്ഞത്. അതവിടെ എഴുതുക കേട്ടോ.